भगवान कार्तिकेयन भगवान मुरुगन स्वामी 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 भगवान कार्तिकेयन ഭക്തന്മാരെ, ഈ സമയം മുരുകൻ സ്വാമി ശ്രീശൈലത്തിൽ ശിവലിംഗത്തിന് മുന്നിൽ ശിവാരാധനയിൽ ലീനനാണ്. മുനിവര, ഞങ്ങൾ മുരുകൻ സ്വാമിയെ ദർശിച്ച് ആശീർവാദം വാങ്ങ വന്നവരാക്കും. നമുക്കെല്ലാവർക്കും ചെന്ന് ശ്രീശൈലത്തിൽ മുരുകനെയും ഒപ്പം ശിവപാർവതിമാരെയും ദർശിക്കാം. നടക്കൂ. भगवान कार्तिकेयन स्वामी भगवान सुब्रमण्यन भगवान मुरुगन स्वामी भगवान कार्तिकेयन 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 भगवान मुरुगन स्वामी. जय जय भगवान मुरुगन स्वामी जय जय मुरुगन स्वामी जय जय. ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय. भगवान कार्तिकेयन भगवान सुब्रमण्यन भगवान कार्तिकेयन भगवान सुब्रमण्यन भगवान कार्तिकेयन. ओम नमः शिवाय. സ്വാമി നോക്കിയോ, കാർത്തികേയൻ നമ്മൾ വന്ന വിവരം അറിഞ്ഞു കാണുമല്ലേ? ഈ ലീലയെ അതിന്റെ പരമസീമയിലേക്ക് നയിക്കേണ്ടതുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം മനസ്സിലാകും ദേവി. भगवान मुरुगन स्वामी भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान मुरुगन स्वामी भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान मुरुगन स्वामी भगवान कार्तिकेयन भगवान अम्मे എഴുന്നേൽക്കൂ മകനെ. പിതാവേ, മാതാവേ, നിങ്ങൾ ഇരുവരെയും ദർശിക്കാൻ ഞാൻ എത്ര കൊതിച്ചെന്നു. എനിക്ക് ദർശനം നൽകാൻ ഈ ലീല ആവശ്യമായിരുന്നു. भगवान शिवशंकरन जय जय
ദേവി പാർവതി ജയിക്കട്ടെ ഭഗവാൻ കാർത്തികേയൻ ജയിക്കട്ടെ. നിഷ്കളങ്കരായി ആദിവാസികളുടെ കൂടെ വസിച്ചത് മൂലം നിന്റെ ധർമ്മഭാവനയും ജനക്ഷേമ ഇച്ഛയും പ്രകടമായി. അതുവഴി നിന്റെ മാഹാത്മ്യവും പ്രകടമായി കഴിഞ്ഞു. കാർത്തികേയ, നീ ഇനി ഞങ്ങളൊത്ത് കൈലാസത്തിലേക്ക് വരണം. നീയില്ലാതെ അവിടെ ശൂന്യത അനുഭവപ്പെടുന്നു. അത് അസംഭവ്യമാണ് മാധവി. ഇതിൽ അസംഭവ്യം എന്താണ്? ഞാൻ ഈ ഭക്തരുടെ സ്നേഹം ത്യജിച്ച് കൈലാസത്തിൽ എങ്ങനെ വരും അമ്മേ? ഇവരുടെ സഹവാസം കൊണ്ടാണ് ദക്ഷിണദേശത്തിൽ ധർമ്മവും ഭക്തിയും പ്രകാശിപ്പിച്ച് പ്രചരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ മനസ്സ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ സദാ ഇവിടെ വിരാജിക്കണമെന്ന്. എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും. നിന്റെ പ്രാർത്ഥന നിരാകരിക്കാനാകില്ല പുത്ര കാർത്തികേയ. വരൂ. നമ്മുടെ ജ്യോതിസ് സദാ ഈ ശിവലിംഗത്തിൽ വിരാജിക്കും. ഒപ്പം നമ്മുടെ ഭീൽ സ്വരൂപത്തിന്റെ ജ്യോതി പ്രകാശിപ്പിക്കാനായി ഈ ശ്രീശൈല പർവ്വതത്തിലെ ജ്യോതിർലിംഗം മല്ലികാർജുന ജ്യോതിർലിംഗം എന്ന പേരിൽ പ്രസിദ്ധമാകും. പിന്നെ മകനെ, എല്ലാ പൗർണമിക്കും ഞാൻ ഇവിടെ വരുന്നതാണ്. എല്ലാ അമാവാസിക്കും ഞാനും ഇവിടെ സന്ദർശിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇരുവരും ഈ ഭീൽ സമുദായത്തിന് വേണ്ടി ഞങ്ങളുടെ ഏകത്വം പ്രകടിപ്പിക്കുന്നതാണ്. ഭഗവാൻ മല്ലികാർജുനൻ ജയിക്കട്ടെ ദേവി പാർവതിയും ഭഗവാൻ ശിവശങ്കരനും ജയിക്കട്ടെ. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ. മാതേ, പരമശിവൻ എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം? ഈ ചോദ്യം തന്നെ ഞാൻ താങ്കളോട് ചോദിക്കാനിരിക്കുകയാണ്. അതെ, പരമശിവൻ എവിടെ പോയി? അദ്ദേഹം എവിടെയാണെന്ന് അവിടത്തേക്ക് അറിവില്ലെങ്കിൽ എനിക്കെന്നല്ല വേറെ ആർക്കെങ്കിലും എങ്ങനെ അറിവുണ്ടാകാനാണ് മാതേ? ഇതൊരു അത്ഭുതം തന്നെയാണ്. വലിയ അത്ഭുതം മാതേ. നാരായണ നാരായണ. അല്ല, ഭഗവാൻ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്തില്ലല്ലോ. മാതേ, അവിടെന്ന് പറയൂ, പരമശിവൻ ഈയിടെ എവിടെയാണ് പോകുന്നത്? ഇതേ ചോദ്യം ഞാനും നന്ദിയും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അങ്ങേക്ക് അറിവ് കിട്ടിയേക്കും ഈയിടെയായി അദ്ദേഹം കൂടെ കൂടെ എവിടെ പോകുന്നുവെന്ന്. എന്നാൽ തന്നെ തീർച്ചയായും അറിയിക്കണേ. മാതേ, എനിക്ക് എങ്ങനെ അത് അറിയാൻ സാധിക്കും? 3 ലോകങ്ങളിലും അങ്ങ് സഞ്ചരിക്കുന്നുണ്ടല്ലോ. ലോകത്തിൽ മുഴുവൻ വിശേഷങ്ങളും വിവരങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് പല പല സ്ഥലങ്ങളിൽ നിന്ന് അതൊക്കെ അറിഞ്ഞുകൊണ്ടുമിരിക്കുന്നു. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന അങ്ങയ്ക്ക് അറിയാൻ സാധിക്കും പരമശിവൻ എവിടെ പോകുന്നുവെന്ന്. അമ്മ പറയുന്നത് ശരിയാണ് ദേവർഷി. പരമശിവൻ സമാധിയിൽ ലീനനാകുന്ന സമയങ്ങളിൽ അങ്ങ് തന്നെ അദ്ദേഹത്തെ ഉണർത്തി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം ആരോടും പറയാതെ തന്നെ അപ്രത്യക്ഷനായി. അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്ന കാര്യവും അങ്ങയ്ക്കേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ 1,00,000 തവണ തിരഞ്ഞാലും അദ്ദേഹത്തിന് ഇച്ഛയില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് ദർശനം തരില്ല. അദ്ദേഹം ദേവിക്ക് പ്രിയനാണ്. അവിടത്തോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ച, അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം വിശേഷപ്പെട്ടതാണ്. ആ ഉദ്ദേശ്യം സഫലമാകും വരെ അദ്ദേഹം തിരിച്ചു വരില്ല. അതുവരെ ഞങ്ങൾ എന്തു ചെയ്യും ദേവർഷി? നന്ദി മഹാശയ, ധൈര്യമായിരുന്നാലും അതിന് സാധിക്കാതെ വന്നാലോ, ഓം നമ ശിവായ ജപിച്ചാലും നാരായണ നാരായണ. ഓം നമഃ ഓം നമ
ശിവായ. tum